ഇത് ഒരുപാട് വെള്ളം കഴുകി കേട്ടോ. ഈ കിഴങ്ങ് ഒരുപാട് ഇങ്ങനെ കഴിക്കരുത് കേട്ടോ. ഞാൻ അരിപ്പൊടിയൊന്നും ഇടുന്നില്ല കേട്ടോ. അപ്പോൾ പുട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കപ്പപ്പുട്ടുണ്ടാക്കാം. കപ്പപ്പുട്ടുണ്ടാക്കാനായിട്ട് ഞാൻ കപ്പ അരിഞ്ഞ് കഴുകി വാരി വെച്ചിട്ടുണ്ട്. അതാ തേങ്ങ തിരുവി വെച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് വെള്ളം കഴുകി കേട്ടോ. ഞാൻ കിഴങ്ങെന്നാണ് ഇവിടെ പറയണത്, കപ്പയെന്നും പറയും. കപ്പ പൊളിച്ച് കഴുകി വാരിയതിന് ശേഷം മണ്ണൊക്കെ കളഞ്ഞ് എന്നിട്ട് വീണ്ടും അരിഞ്ഞതിന് ശേഷം 5-6 വെള്ളം ഞാൻ കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലോട്ട് മിക്സിയിലെ ജാറിലോട്ടിട്ട് പൊടിച്ചെടുത്ത് പുട്ടുണ്ടാക്കാം. ഇതെല്ലാം എന്താ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ ജാറില്ല കേട്ടോ, കുഴപ്പമില്ല, ഇതിലിട്ട് പൊടിക്കാം. അരിവാലയിലാണ് ഊറ്റി വാരി വെച്ചത്. അരിവാലയിലാകുമ്പോൾ വെള്ളം തോരുമല്ലോ. പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ട ഈ ഞാൻ പൊടിച്ച് കഴുകി വാരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കഴുകി വാരി വെച്ചിരിക്കുന്നത് ഞാൻ ഒരു വെള്ളം പിഴിഞ്ഞ് കളഞ്ഞേട്ടാ, എങ്കിലും വീണ്ടും പിഴിയണം. അപ്പം നമുക്ക് വേണ്ട ഇങ്ങനെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. പിഴിഞ്ഞ് നല്ലതുപോലെ പിഴിഞ്ഞ് കളയണം. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ 10 തേങ്ങ പൊതിച്ച് തിരുകി ചമ്മന്തി ഇടിക്കുമായിരുന്നു. ഒറ്റയ്ക്ക് തിരുകി ചമ്മന്തി ഇടിച്ചിട്ടുണ്ട്. ഗൾഫിലൊക്കെ കൊടുത്തുകൂടെ വറുത്ത് ചമ്മന്തി ഇടിക്കുമല്ലോ. അപ്പോഴും ഇതേ ഇണക്ക് പിഴിയണം. ഇങ്ങനെ പിഴിഞ്ഞ് കളയും. ആ വെള്ളം ചേർക്കാതെ മൊത്തത്തിൽ ഇതേ ഇണക്ക് പിഴിഞ്ഞ് എൻ്റെ ഊപ്പാട് വന്നിട്ടുണ്ട്. അപ്പം ഇതെല്ലാം പിഴിഞ്ഞെടുക്കാം. ഇതുപോലെ പിഴിഞ്ഞ് തീരാറായി. ഈ കിഴങ്ങ് ഒരുപാട് ഇങ്ങനെ കഴിക്കരുത് കേട്ടോ, അതങ്ങനെ കഴിച്ചുകൂടാ. ഇത് വിഷമെന്ന് പറഞ്ഞാൽ അല്ലാത്ത വിഷമല്ല, അത് സൈനൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കലുണ്ട്. അപ്പോൾ അതങ്ങനെ ഒരുപാട് കഴിക്കരുത്. പ്രത്യേകിച്ച് ഷുഗറൊക്കെ ഉള്ളവർ. നമ്മളങ്ങനെ മേടിക്കാറില്ല കേട്ടോ. അവിടെ നമ്മൾ ഈ പച്ചക്കറി വാങ്ങിച്ചിട്ട് ആ മലക്കറി അടുത്ത് അവിയൽ വയ്ക്കും, ചോറിന്. അങ്ങനെയാണ് ചെയ്യാറ്. ഇന്നലെ ഇപ്പോൾ 1 കിലോ കിഴങ്ങ് വാങ്ങിച്ചതാണ്. കൊതി ആയതുകൊണ്ട് വല്ലപ്പോഴാ കഴിക്കാം. കൊതി ആയതുകൊണ്ട് വാങ്ങിച്ചെന്ന് മാത്രം. ഇത് ചിലരങ്ങനെ സ്ഥിരം കഴിക്കാറുണ്ട് കിഴങ്ങ്. ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ്, കിഴങ്ങില്ലാതെ പറ്റൂല. പക്ഷെ ചക്ക ഇഷ്ടം പോലെ കഴിക്കാം. ചക്ക ഒരുപാട് കഴിക്കാം. ഷുഗർ ഉള്ളവർക്കൊക്കെ നല്ലതാണ്. അതുപോലെ കഴിവിൻ്റെ പരമാവധി ഒഴിവാക്കാൻ നോക്കണം എല്ലാവരും. അതാ നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒന്ന് തോന്ന് കിട്ടാനാണ്. പിന്നെ അതിലേക്ക് ഉപ്പ് ഞാൻ കലക്കി ഒഴിക്കണ്ട കേട്ടോ. കലക്കി ഒഴിച്ചാൽ വെള്ളം കണക്കാക്കും. അപ്പം ഒന്ന് ഉപ്പ് കുറഞ്ഞു, പൊടിയുപ്പ്. എന്നിട്ട് എല്ലായിടത്തും കൂടെ ഒന്ന് പെരട്ടാം. വിരവിയതിന് ശേഷം ഇങ്ങനെ നിരത്തിയിടാം. ഇനി എന്ത് ചെയ്യാന്നറിയാം, കുറച്ച് തേങ്ങ ഇതിലോട്ട് അല്ല, ഞാൻ മാവൊന്നും ചേർക്കുന്നില്ല കേട്ടോ, മാവൊന്നും ചേർക്കുന്നില്ല. അപ്പോഴേ ദണ്ട കുറച്ച് തേങ്ങ ഇങ്ങനെ വിരവി ഇതിലോട്ട് ഇളക്കിയതിന് ശേഷം അപ്പം ഇതിൻ്റെ ഈ ഉപ്പിൻ്റെ ഈ ചാറെല്ലാം ഈ തേങ്ങയിലങ്ങ് ഇങ്ങനെ പിടിക്കും. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം പുട്ടുക്കല അടുപ്പിൽ വെച്ച് നമുക്ക് പുട്ടവിച്ചെടുക്കാം. അങ്ങനെ കപ്പ നല്ലതുപോലെ നല്ല തൂറായിട്ടുണ്ട്. അത് തേങ്ങയിട്ട് ഇളക്കിയതാണ്. ഇനി ഇതിലേക്ക് പുട്ടുകുറ്റിയിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത്, തേങ്ങ ഇളക്കിയെന്ന് പറഞ്ഞാൽ അതിൽ നല്ല ടേസ്റ്റാണ്. വെള്ളമൊക്കെ പിടിച്ചിപ്പോൾ നല്ല ഇതായിട്ടുണ്ട്. ഞാൻ അരിപ്പൊടിയൊന്നും ഇടുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളെ കപ്പ വാരി ഇതിലോട്ട് നിറച്ച് കൊടുക്കാം. കുറച്ച് പകുതിയാവുമ്പോൾ വീണ്ടും തേങ്ങ ഇട്ട് കൊടുത്തിട്ട്, തേങ്ങ ഉണ്ടെങ്കിലാണ് ടേസ്റ്റ്.
വീണ്ടും മാവ് വാരി മാവല്ല കപ്പ നിറച്ച് കൊടുക്കാം. വീണ്ടും കുറച്ച് തേങ്ങ വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് പുട്ടുകല അടുപ്പി വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ പുട്ടുകുറ്റിയിൽ നിറച്ച് വെച്ച കപ്പ പുട്ടുകലത്തിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ പുട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാൻ മാവൊന്നും ചേർത്തിട്ടില്ല, ഇതിൽ തേങ്ങയാണ് ഇട്ട് ഇളക്കിയിരിക്കണത്. പിന്നെ ഇവിടെ തേങ്ങ 2 സൈഡത്തും വെച്ചിട്ടുണ്ട്, മുകളിലും വെച്ചിട്ടുണ്ട് കേട്ടോ. മുകളിലും കുറച്ച് വെച്ചിട്ടുണ്ട്, മധ്യത്തും ഇവിടെ ഇങ്ങനെ തേങ്ങ വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.